രണ്ടോ മൂന്നോ ബിസ്ക്കറ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ മീലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടെന്നുള്ള കാർബൺ സർജിനെ ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആൽഗെ വെച്ചിട്ടുള്ള ഒബീലിയ പ്രോജക്റ്റുകൾ ഹെൽപ്പ് ചെയ്യും. സ്പേസ് ട്രാവലേഴ്സും മറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എങ്ങനെ സാധാ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊമേഴ്ഷ്യൽ രീതിയിലേക്ക് ഉൽപ്പാദിപ്പിക്കാം. വെൽഡിങ് ചെയ്യുന്ന ആളുകളുണ്ട്, വെള്ളത്തിൽ നിന്ന് വെൽഡിങ് ചെയ്യുന്ന ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സിപ്പപ്പിൻ്റെ പോലുള്ള ബിസ്ക്കറ്റ് കോമ്പിനേഷൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നു. ചോറിനുണ്ട 2 ബിസ്ക്കറ്റ് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ബീലൈറ്റ് ബിസ്ക്കറ്റ്സും, സാറാ പ്രോ ചിക്കൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൂടിയ മീറ്റും ഒമേഗ കൂടിയ ഇറച്ചി മുട്ടയും, പിന്നീട് പോയി കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ സാറാ ബയോടെക്കിൻ്റെ ബയോ ആർക്കിടെക്ചർ പ്രോജക്റ്റുകൾ, ഒരു വീട്ടിന് വേണ്ട എല്ലാം സസ്റ്റൈനബിലിറ്റിയോടെ നിർമ്മിക്കാനും കാർബൺ ഓഫ്സെറ്റ് ചെയ്യാനും കഴിയുന്ന പ്രോജക്റ്റുകളും, തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊഴിക്കുന്ന എൻജിൻ ഫ്യൂൽ വരെ ഇത് വെച്ച് ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള ആ സർക്കുലാർ എക്കോണമിയാണ് നമ്മുടെ ഒരു ഇമ്പാക്റ്റ് ആൻഡ് ലക്ഷ്യം എന്ന് പറയുന്നത്. റോൾ മോഡൽസ് ആരെയും ആക്കരുത്, എല്ലാവരും പറയുന്ന കേക്ക് അത് നിങ്ങൾ അനലൈസ് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു ചെയ്യുക. സാജൻ ബേക്കറി എന്ന് പറഞ്ഞ ചുങ്കപ്പാറ ഒരു ബേക്കറി ഉണ്ട്. ശനിയാഴ്ച ഞാനും മാവും സാധനമായിട്ട് പോകും, അവരെ ഉണ്ടാക്കി തരും. അവരുടെ FSSAI ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ് ബിസ്ക്കറ്റ് വിദേശത്ത് വരെ കയറ്റി വിട്ടത്. ടൊവിനൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ 10 ദിവസം കൊണ്ട് ശരിയാവും, ചിലപ്പോൾ 10 വർഷം എടുക്കും. പക്ഷെ കാത്തിരിക്കാൻ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ജനറലി ഒരാളുടെ ഡെയിലി ജീവിതത്തിൽ വേണ്ട നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻ, അതാണ് സാറാ ബയോടെക്കിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. ദ മലബാർ ജേണലിൻ്റെ സ്പാർക്കപ്പിൽ കൊച്ചി കളമശ്ശേരിയിലുള്ള സാറാ ബയോടെക് ഇന്നോവേഷൻസിൻ്റെ ഫൗണ്ടർ നജീബ് ബിൻ ഹനീഫാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം നജീബ്. നജീബ്, ഈ സാറാ ബയോടെക് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നജീബിൻ്റെ കോളേജ് കാലത്ത് തുടങ്ങിയതാണ്. കോളേജ് കാലത്ത് ഉള്ള ഐഡിയ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹായത്തോടെ IEDCയിലൂടെ ഒരു പ്രൊജക്റ്റായിട്ട് വളർന്നു വന്ന് ഇന്നിപ്പോൾ ഒരു സാറാ ബയോടെക് എന്നുള്ളൊരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായിരുന്നു ആ ഐഡിയ എന്നുള്ളതും ആ ഒരു ജേണി ഇപ്പോൾ വന്ന് നിൽക്കുന്ന ആ ഒരു ജേണീനെ പറ്റിയിട്ടും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. 2016-2020 കാലഘട്ടത്തിൽ ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് സഹൃദയ കോളേജിൽ നിന്ന് പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ആശയം വികസിപ്പിച്ചെടുത്തത്. ഈ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ വെയിറ്റ് ലോസ് കൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ മരണപ്പെടുകയും കുട്ടികൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നു സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നോളജിയാണ്, ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും സ്പേസ് ട്രാവലേഴ്സും മറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എങ്ങനെ സാധാ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊമേഴ്ഷ്യൽ രീതിയിലേക്ക് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ കൊണ്ടുവരാം എന്ന റിസർച്ചിൽ നമ്മൾ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഫാക്കൽറ്റീസൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റായിട്ട് എത്തുന്നത്. സോ കോളേജ് പഠന കാലയളവിൽ ഇത് ജസ്റ്റ് ഒരു പ്രോജക്റ്റ് മാത്രമാണ്, നമ്മുടെ ഒരു ഇൻറ്റൻഷനും ആ രീതിയിൽ മാത്രമാണ്. അങ്ങനെ കോളേജിൻ്റെയും അതുപോലെ IEDCയുടെ ഒരു സപ്പോർട്ടോടെ അന്നാണ് നമ്മൾ ഈ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അന്ന് IEDC ഒക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സജി ഗോപിനാഥ് സാറായിരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO. അദ്ദേഹത്തിനെ കാണാൻ ഇടവഴുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഹഡിൽസ് ഗ്ലോബൽ പോലുള്ള ഒരുപാട് ഇവൻറ്റുകളിൽ പങ്കെടുക്കാൻ കഴിയുകയും ആ കാലയളവിലാണ് യങ് ഓൺടർപ്രണർ സബ്മിറ്റുകൾ സബ്മിറ്റൊക്കെ നടക്കുന്നത് ലേമറഡിയിൽ. നവാസ് മിരാൻ സാറും അവരൊക്കെ സംസാരിക്കുന്നതിലൂടെ നമുക്ക് അത്രയും മാർക്കറ്റ് ഉണ്ടെന്നും ഓപ്പർച്യൂണിറ്റികൾ നമ്മളെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്, ഇതൊരു പ്രൊജക്റ്റായി നിൽക്കേണ്ടതല്ല എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നീട് നമ്മളത് ഈ കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത് നമ്മളിപ്പോൾ 8ഓളം രാജ്യങ്ങളിലേക്ക് ഈ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2020 ഒരു $10 million ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി. 2023 ഒരു $5 million ഇൻവെസ്റ്റ്മെൻറ്റ് US നിന്ന് കിട്ടി. സോ ഈ ആൽഗയിൽ ഇന്ന് കമ്പനി എവിടെ നിൽക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഒരിക്കലും ഞങ്ങളല്ല. നമ്മൾ ആൽഗയിൽ വികസിപ്പിക്കുന്ന ഏറ്റവും നല്ല ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി നമ്മളാണ്. ആ രീതിയിലേക്ക് ആ നിഷേ മാർക്കറ്റ് ആൽഗ ഉപയോഗിച്ച് ഏതൊക്കെ ഇൻഡസ്ട്രീസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന് സാറാ ബയോടെക് ന്യൂട്രിമെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് ഫുഡ് മാനുഫാക്ചറിങ് ആണ്, ആൽഗെ ബേസ്ഡ്. 2-3 ബിസ്ക്കറ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ മീലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. നമുക്കൊരു സ്വന്തം 5000 സ്ക്വയർ ഫീറ്റിൻ്റെ സ്വന്തം ഫാക്ടറി തന്നെയുണ്ട്. ചുങ്കപ്പാറയിലെ പത്തനംതിട്ടയിലെ ചുങ്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. പിന്നീടുള്ളത് സാറാ ബയോടെക് പോൾട്രി ആൻഡ് മീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എഗ്ഗും omega-3 കൂടിയ എഗ്ഗും പ്രോട്ടീൻ കൂടിയ ഇറച്ചിയും സെല് ചെയ്യുന്നൊരു കമ്പനിയാണ്. പോണ്ടിച്ചേരി ബേസ്ഡ് ആണത്. പിന്നെ സാറാ ബയോടെക് ബയോ ആർക്കിടെക്ചർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, അതാണ് ഈ കാർബൺ ഓഫ്സെറ്റ് ചെയ്യാൻ ഈ ആൽഗകൾക്ക് ഒരുപാട് കഴിയും.
അപ്പോൾ അതുപയോഗിച്ചുള്ള ആർക്കിടെക്ചർ കമ്പനി എന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊജക്റ്റുകൾ. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡൈവേർഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് സാറ ബയോടെക് എന്ന് പറഞ്ഞ പാരന്റ് കമ്പനി വേറെ ഉണ്ട്. അതാണ് റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിസർച്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റ് MVP ആയി കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി അതിന് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അതിന് വേറെ ഒരു സെഗ്മെന്റ് ബിൽഡ് ചെയ്യാം. ഈ രീതിയിലേക്ക് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 4ഓളം സെഗ്മെന്റുകളുണ്ട്. സാറ പ്രൊഡക്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഇങ്ങനെ എന്താ പറയുക, മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ആൽഗയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് സസ്റ്റൈനബിലിറ്റി, സർക്കുലർ എക്കോണമി എന്ന് പറയുന്ന ആ തീമിനെ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ പിന്നോക്ക ജില്ല എന്നൊക്കെ പറയുന്ന പത്തനംതിട്ട ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വന്നിട്ട് അവിടെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ മറ്റ് 8ഓളം കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോയി. ഫ്ലൈറ്റ് കാറ്ററിംഗ്, റിഫൈനറീസ്, റിഗ്സുകൾ, ഫൈറ്റർ ജെറ്റ്സിൻ്റെ എമർജൻസി പൈലറ്റ്സ് കഴിക്കുന്ന ബിസ്ക്കറ്റ് വരെ എന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഒരു കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി മറ്റ് പല നൂതന സാങ്കേതിക വിദ്യകളിലുള്ള പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച് കോളേജിൽ നിന്ന് ഞങ്ങൾ 8ഓളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ സഹായത്തോടെ. അങ്ങനെ അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതാണ് ഈ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് വിദ്യാർത്ഥി സംരംഭവുമായിട്ട് ഒരു ബിസ്ക്കറ്റും പിടിച്ച് ലോകരാജ്യങ്ങൾ പോയി അവിടെ എക്സിബിഷനിൽ പങ്കെടുത്ത് അവിടെ നിന്നാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകളും ആളുകളിലേക്ക് അറിയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു എക്കോസിസ്റ്റം തന്നെ നമുക്ക് കോളേജിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇപ്പോഴും പ്രിവിലേജ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സാറ ബയോടെക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വിദ്യാർത്ഥി സംരംഭം തന്നെയാണ് ഇപ്പോഴും. ഈ കേരളം എന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിനെ കൊണ്ട് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഇത് എന്നുള്ളത് പറയാൻ പറ്റും. കേരളം ആക്ച്വലി ഇപ്പോൾ പലരും പറയാറുണ്ട് വ്യാവസായിക പ്രൊഡക്ഷൻ ആക്ച്വലി ഇപ്പോൾ കമ്പയർ വിത്ത് ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയാണെങ്കിലും തമിഴ്നാട് വെച്ചാണെങ്കിലും വളരെ കുറവാണെങ്കിൽ പോലും സാങ്കേതിക വിദ്യയിലും AI-യിലും മെഷീൻ ലേണിങ്ങിലും അല്ലെങ്കിൽ ബയോടെക്നോളജിയിലും ഒരുപാട് മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും അതുമാത്രമല്ല കേരള ദുരന്ത നിവാരണ അതോറിറ്റി പല മേഖലകൾ പല സെക്ടറുകളിൽ നമ്മളുടെ ആശയങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതായത് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വ്യവസായ വകുപ്പിൽ പോയി കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സംതിങ് ദേ ആർ ഡൂയിങ് എന്ന രീതിയിലേക്കുള്ള ഒരു ആക്സെപ്റ്റൻസ് ലെവൽ കമ്പയർ വിത്ത് അതർ സ്റ്റേറ്റ്സ് എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ എന്നാലും അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ അറിയാം എല്ലാം നമുക്ക് ഒരിക്കലും പബ്ലിക് റിസോഴ്സാണ്, നമുക്ക് കിട്ടാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എന്താ ചെയ്യുക, ഉള്ള സാഹചര്യങ്ങൾ വെച്ച് വളരെ നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പലരും പറയാറുണ്ട് നമുക്ക് സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെയോ അല്ലെങ്കിൽ സർക്കാരെന്ന് ഉദ്ദേശിച്ചത് സിസ്റ്റത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് നമുക്ക് ആക്ച്വലി ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇന്നും ഞങ്ങളുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട് ഈ പെർമിറ്റ് കിട്ടാൻ വേണ്ടി. എന്നിരുന്നാൽ പോലും ഇതേ സർക്കാരാണ് നമ്മളെ 8ഓളം രാജ്യങ്ങളിൽ കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ നന്മയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തന്ന ഒരു ചാലകം തന്നെയാണ് ഗവൺമെൻറ് വഴി നമ്മളിത് ചെയ്തത്. ഈ ആൽഗയുടെ കാര്യം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. പല കാര്യങ്ങളും റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരത്തെ ആഹാരം 2-3 ബിസ്ക്കറ്റിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എനിക്ക് തോന്നുന്നു എത്ര ആൾക്കാർക്ക് അറിയുന്നുള്ളത് അറിയില്ല. അപ്പോൾ മാത്രമല്ല അതൊന്ന് വിശദീകരിക്കാമോ? അതിനൊപ്പം തന്നെ ഈ സീവീഡ് ആൽഗെ അതും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ പ്രൊഡക്ട്സിന് വേണ്ടി? അതായത് ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഐലൻഡ്സ്, ആൻഡമാൻ ഐലൻഡ്സ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർ ഏരിയയിലുള്ള ഒരു ഭൂഖണ്ഡത്തിലെ ഒരു ഏരിയ ആണ് ഇന്ത്യ പോലുള്ള റീജിയൻ. അപ്പോൾ നമ്മുടെ അറേബ്യൻ സീ ആവട്ടെ, ബേ ഓഫ് ബംഗാൾ ആവട്ടെ, ഇത്രയും ഷോർ ഏരിയയിൽ നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഓഫ് റിസോഴ്സസ് ഉണ്ട്. അതിലൊന്നാണ് സീവീഡ്സ്. ഇന്ത്യയിലെ വെതർ കണ്ടീഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആണ് ആൽഗെ കൾച്ചറിങ്ങിനും സീവീഡ് ഫാമിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള സീലെ ആ റിസോഴ്സിനെ യൂസ് ചെയ്തിട്ട് ഒരുപാട് വാല്യൂ ആയിട്ടർ പ്രൊഡക്റ്റുകൾ ഇത്രയും കാലം എന്താണ് ഇൻഡസ്ട്രി വളരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ സീവീഡ്സ് ഓൾറെഡി നമുക്ക് രാമേശ്വരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് സെല് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനും അതിലൂടെ എന്താ പറയുക ഒരു ബേബി സോപ്പ് നിർമ്മിക്കാൻ കഴിയണം. അതായത് സീവീഡ്സ് ഉപയോഗിച്ച് ഇപ്പോൾ ലക്ഷദ്വീപ് ഐലൻഡുകളിൽ ഏറ്റവും കൂടുതലുള്ളതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതും അവിടെ സീവീഡ്സ് ഉപയോഗിച്ചിട്ട് ബേബി സോപ്പുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയണം. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. എന്ന് ഞങ്ങൾ ലക്ഷദ്വീപ് ഐലൻഡിൽ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിസർച്ചുകൾ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. സോ ഇപ്പം നമ്മുടെ ഈ സീവീഡ് ഫാർമേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ
അവരെപ്പോഴും തുച്ഛമായ വരുമാനം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഒരു ബ്രാൻഡ് ഓണറിനെ അവരെ ആക്കി മാറ്റണം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റിലേക്ക് എത്തിച്ച് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് വരും. അപ്പം തന്നെ നമുക്ക് ലോ കോസ്റ്റിൽ ഇൻഗ്രീഡിയൻസ് സോഴ്സ് ചെയ്യാനും കഴിയും. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു എക്കോണമി തന്നെ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സീവീഡ്സിന് ആൽഗയ്ക്കും ഉണ്ട്. ഇന്ത്യയിൽ അത് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് ചോദ്യചിഹ്നമാണ്. കാരണം വളരെ കുറവാണ്. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു 2% മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. ബാക്കി ഇപ്പോഴും വേക്കൻ്റായി കിടക്കുകയാണ്. ഗ്ലോബൽ വാർമിങ്ങും ടെമ്പറേച്ചർ റൈസും കാരണം അഗ്രികൾച്ചറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫുഡ് സെക്യൂരിറ്റിയെ നിലനിർത്തുന്നതിൻ്റെ ഒരു ഘടകമായി നമുക്കിതിനെ കൊണ്ടുവരാൻ കഴിയുന്നത്. കാരണം ഓഷ്യൻ റൈസ് ആവുകയാണ്, അപ്പോൾ ലാൻഡ് ഏരിയ കുറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ ഗ്ലോബൽ വാർമിങ്ങിനെയും ഫുഡ് സെക്യൂരിറ്റിയെയും കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ കണക്റ്റിംഗ് ഫാക്ടറായിട്ട് നമുക്ക് സീവീഡ്സിനെയും ആൽഗയും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 2 തവി ചോറുണ്ടാലേ നമുക്ക് വിശപ്പ് മാറൂ എന്ന ചിന്താഗതി മാറ്റി അതിനെ 2 ബിസ്ക്കറ്റിലേക്കോ അല്ലെങ്കിൽ 2 ബ്രെഡിലേക്കോ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ, അതിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണല്ലോ നല്ലത്. ആ രീതിയിലേക്ക് ജനങ്ങളുടെ ചിന്താഗതി മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ലോ കൺസപ്ഷൻ, മോർ പ്രൊഡക്ടിവിറ്റി, അതാണ് നമ്മുടെ മേജറായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. റൈറ്റ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഇവിടെ ഈ ബി ലൈറ്റ് കുക്കീസ്, ഇതിൻ്റെ ഒരു R&D അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുഡ് സെക്യൂരിറ്റി, സേഫ്റ്റി, അതൊക്കെ എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്? മാത്രമല്ല ഇതിനോടുള്ള ഇതുവരെ കിട്ടിയിട്ടുള്ള റെസ്പോൺസ് ആൾക്കാരുടെ അടുത്തു നിന്നാണെങ്കിലും ഇപ്പോൾ വാങ്ങുന്ന കമ്പനീസ് അങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാണ് ഇതിനോട്? നമ്മൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ മാനുഫാക്ചർ. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ആൽഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FDA വരെ USPDF അപ്രൂവ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചർ നടന്നാണ് ആൽഗി മേടിക്കുന്നത്. നമുക്ക് ഓൺ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്, ആൽഗയുടെ ഫാമിംഗ് ഉണ്ട്. സോ അതിൽ യൂസ് ചെയ്യുന്ന ആൽഗെ 2 തരം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഫുഡ് കൺസപ്ഷനിലേക്ക് യൂസ് ചെയ്യുന്നത്. സോ ആ യൂസ് ചെയ്യുന്ന ആൽഗെ വെച്ചുണ്ടാക്കുന്ന ബിസ്ക്കറ്റ്സുകൾ നമ്മൾ എല്ലാ ബാച്ചും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന മുന്നേ തന്നെ ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന പ്രൊഡക്റ്റ് അല്ല US കിട്ടുന്നത്, US കിട്ടുന്നതല്ല ജപ്പാനിൽ കിട്ടുന്നത്, അർമേനിയ, ഓരോ കൺട്രിയിലെയും അവിടെ ആളുകളുടെ ന്യൂട്രീഷണൽ പ്രൊഫൈലിനെ മനസ്സിലാക്കി എന്താ പറയുക ഇൻഗ്രീഡിയൻറ്റ് കോമ്പിനേഷൻ മാറ്റി ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി. ഇപ്പോൾ എക്സ്പോർട്ടേഴ്സൊക്കെ നമ്മളെ തേടി വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ചോക്ലേറ്റ്, ഇപ്പോൾ ഞങ്ങൾക്ക് ബി ലൈറ്റ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റ്സ് ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് അല്ല അമേരിക്കയിൽ കിട്ടുന്നത്. അമേരിക്കയിലുള്ള ആളുകളുടെ ടേസ്റ്റ് വേറെയാണ്, അവർക്ക് മധുരമല്ല വേണ്ടത്, അവർക്ക് ബിറ്റർ ഡാർക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. സോ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എപ്പോഴും നമ്മൾ നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണഭോക്താവിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളാണ്. സോ ആ രീതിയിലേക്ക് നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളെയും മാറ്റാൻ പറ്റുകയാണെങ്കിൽ സെയിൽസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് പോയിന്റുകൾ ഉണ്ടാവും, കസ്റ്റമർ റിട്ടൻഷൻ വീണ്ടും മേടിക്കാനുള്ള ഉതകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾക്കൊരു റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ട്, ഗർഭിണികളായ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാറ അതിൻ്റെ സാറ ബി ലൈറ്റ് എന്ന പേര്. അത് ഫോളിക് ആസിഡ് നിറഞ്ഞ ബിസ്ക്കറ്റാണ്. ഫോളിക് ആസിഡും കാൽസ്യവും പ്രോട്ടീനും ഗർഭകാല സമയത്ത് അവർക്ക് ഈ ക്യാപ്സ്യൂൾസും ടാബ്ലറ്റും കൺസ്യൂം ചെയ്യുന്നതിന് കൂടെ അല്ലെങ്കിൽ പകരമായി 2 ബിസ്ക്കറ്റ് ഈവനിങ് കഴിക്കാവുന്ന, ബാക്കിയുള്ളവർ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഫുഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൽ ഫോളിക് ആസിഡ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാടങ്ങളിലേക്ക് പോയാൽ മതി. വരകിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. വരക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ നാട്ടിലെ റാഗിയും നമ്മുടെ നാട്ടിലെ ഓട്സും നമ്മുടെ നാട്ടിലെ വരക് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും നമ്മുടെ നാട്ടിൽ കൊടുക്കുകയും ചെയ്യുന്നു. ഏറ്റവും റീസണബിൾ പ്രൈസിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഏറ്റവും കോസ്റ്റ്, ഇപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റേറ്റീവ് അനാലിസിസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ പ്രൊഡക്റ്റാണ് നമ്മുടേതാണ്. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ലോക്കലി പ്രൊക്യൂർ. നമ്മുടെ നാട്ടിൽ ലോക്കലായിട്ട് അവൈലബിൾ ഉള്ള മുത്താരി മുതൽ റാഗി വരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രൊഡക്റ്റുകൾ, അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അവിടുത്തെ ലോക്കൽ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ കഴിയും, ഇമ്പോർട്ട് എക്സ്പോർട്ട് താരിഫുകൾ കുറയ്ക്കാൻ കഴിയും. സോ ഈ രീതിയിലേക്ക് കോസ്റ്റ്, കൺസ്യൂമർ റെപ്യൂട്ടേഷൻ പക്ഷേ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ആ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. സോ അവരുടെ ലോക്കൽ ഫ്ലേവേഴ്സിലേക്ക് നമ്മൾ ഇൻഡെപ്ത് ചെയ്യുകയാണ് പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ സെല് ചെയ്യുന്ന ചിയാ സീഡ് കോഫി ഫ്ലേവർ, കോഫി എക്സ്പ്രസോ ഫ്ലേവറുകൾ, നാടൻ കാപ്പിപ്പൊടിയുടെ ഫ്ലേവറിലാണ് ബിസ്ക്കറ്റ് ഇറങ്ങുന്നത്. സോ കാപ്പി കഴിക്കുന്ന ഈ ഹൈ റേഞ്ച് മേഖലയിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് വരുന്നത്. അല്ലെങ്കിൽ കോക്കനട്ട് തേങ്ങാ ബിസ്ക്കറ്റുകൾ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ആ രീതിയിലാണ് വരുന്നത്. പീനട്ട് ഫ്ലേവറുള്ള ബിസ്ക്കറ്റുകൾ, അപ്പോൾ ഈ രീതിയിലേക്ക് മസാല ഫ്ലേവറുള്ള ബിസ്ക്കറ്റുകൾ. പക്ഷെ അതൊരിക്കലും വിദേശ രാജ്യങ്ങളിൽ അവർക്ക് താല്പര്യപ്പെടില്ല. അവർക്ക് വേണ്ട രീതിയിൽ അവിടെ നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് എപ്പോഴും നമ്മുടെ ഒരു
വിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ അത് എപ്പോഴും ഇപ്പോൾ പുതുതായി പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു പ്രൊഡക്റ്റ് ലോകത്ത് മൊത്തം കയറ്റി അയക്കാൻ നോക്കാതെ പല രീതിയിലും അതിനെ മോഡിഫൈ ചെയ്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള പാക്കേജിങ്ങുകളാക്കിയിട്ട് ഇപ്പോൾ റിഫൈനറികളിലും റിഗുകളിലും വെൽഡിങ് ചെയ്യുന്ന ആളുകളുണ്ട്. വെള്ളത്തിൽ നിന്ന് വെൽഡിങ് ചെയ്യുന്ന ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സിപ്പപ്പിൻ്റെ പോലുള്ള ബിസ്ക്കറ്റ് കോമ്പിനേഷൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അവിടെ വെള്ളത്തിൽ താഴെ പോയി കഴിഞ്ഞാൽ ചോറുണ്ണാനായിട്ട് കയറി വരാനൊന്നും കഴിയില്ല. സോ അവരുടെ ന്യൂട്രീഷൻ അവർക്ക് വെള്ളത്തിൽ നിന്ന് തന്നെ സ്വൈപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലറി മോഡൽ കോമ്പിനേഷനിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. ബിസ്ക്കറ്റ് അല്ല, അത് ബിസ്ക്കറ്റ് പോലെ അല്ല ഇരിക്കുക, ഒരു സിപ്പപ്പ് പോലെ ഇരിക്കും, അത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പം ഇങ്ങനെ ആ രീതിയിൽ അവർക്ക് എന്ത് വേണം, ഇപ്പോൾ പട്ടാളക്കാരായിട്ടുള്ള സിയാച്ചിൻ അല്ലെങ്കിൽ പിക്കറ്റ്സിൽ പോകുന്നവർക്ക് അവരുടെ ന്യൂട്രീഷൻ എന്തായിരിക്കും, അവരുടെ പ്രൊഫൈൽ എന്താണ്, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കോമ്പിനേഷനിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ കാറ്റഗറി ഓഫ് പ്രോഡക്ട്സുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. നിങ്ങളുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റാണ് ഈ ഒബീലിയ എന്ന് പറയുന്ന സാധനം. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാർബൺ എമിഷനൊക്കെ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് മോഡലാണ്. ആ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നതെന്നും അതിനുള്ളൊരു ഇൻസ്പിറേഷൻ, ആ ഒരു സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാം. ആക്ച്വലി ഒബീലിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഞങ്ങളുടെ എൻ്റെ ഒരു ക്ലാസ് പ്രൊജക്റ്റായിരുന്നു. അതിന് ഞങ്ങൾ ഈ മിഠായി ഭരണിയിൽ ഈ CPU ഫാൻ മുകളിൽ വെച്ചിട്ട് ഈ ആൽഗെ വെച്ചിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഫസ്റ്റ് അവാർഡ് കിട്ടിയതാണ്. സോ അങ്ങനെ ഞങ്ങൾ അപ്പോളോ ടയേഴ്സിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് കാർബൺ എമിറ്റ് ചെയ്യുന്നു, അവർ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. സോ അങ്ങനെയാണ് അതിൻ്റെ തുടക്കം വരുന്നത്. പിന്നീട് നമ്മളത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് 2020 ഡോക്ടർ ഇവാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട് സെർബിയയിലുള്ള. അദ്ദേഹമാണ് ലിക്വിഡ് ട്രീ എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് ലോകത്ത് ആദ്യമായിട്ട്, എൻ്റെ അറിവിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഈ ആൽഗയോ ഈ സീവീഡ് ഒന്നും സാറാ ബയോട്ട് കണ്ടുപിടിച്ചതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ ഓൾറെഡി ഉള്ള സംഭവങ്ങളാണ്. നമ്മളത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രിഫറൻസിനനുസരിച്ച് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യും, എന്നിട്ട് മാർക്കറ്റിലേക്ക് പ്ലേസ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനാക്കിയെടുക്കുകയാണ്. സോ അങ്ങനെ ഡോക്ടർ ഇവാൻ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സെർബിയയിൽ പോയിട്ട് അദ്ദേഹത്തുമായിട്ട് പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽഗകൾ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കാർബൺ ഓഫ്സെറ്റ് ചെയ്യാൻ കഴിവുള്ളത് ഈ ആൽഗകൾക്കാണ്, കടലിലെ ആൽഗകളാണ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആർക്കിടെക്ചർ ടീമുണ്ട്, IoT സിസ്റ്റം ടീമുണ്ട്, ആൻഡ് ആൽഗെ എഞ്ചിനീയറിംഗ് ടീമുണ്ട്. സോ കടലിലെ അതേ എൻവറോൺമെൻറ്റ് നമ്മൾ നമ്മുടെ ഒരു സീറ്റിംഗ് സ്പേസിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ബോർഡിലേക്കും കൊണ്ടുവരാം. അതായത് 4-5 മരം കാർബൺ വലിച്ചെടുക്കുന്ന പോലെ ഇതിന് വലിച്ചെടുക്കാൻ പറ്റും. സോ നമ്മുടെ ഈ റാപ്പിഡ് അർബണൈസേഷൻ എന്ന് പറയുമല്ലോ, അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് പുതിയ ഹൈവേ ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിച്ചു, ഒരുപാട് മരങ്ങൾ പോകുന്നുണ്ട്. സോ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ടൗൺ പ്ലാനിങ്ങിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മരങ്ങൾ പിന്നെ വെച്ച് പിടിപ്പിച്ച് 20 വർഷം കാത്തിരിക്കണം അന്ന് മെച്ചുവറാവാൻ. പിന്നെ ഓരോ വർഷവും 40 കിലോയുടെ താഴെ മാത്രമേ കാർബൺ വലിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പം മരത്തിന് ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. മരത്തിന് കാർബൺ അല്ലാതെ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അർബൻ സിറ്റീസിൽ മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടെന്നുള്ള കാർബൺ സർജിനെ ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആൽഗെ വെച്ചിട്ടുള്ള ഒബീലിയ പ്രോജക്റ്റുകൾ ഹെൽപ്പ് ചെയ്യും. അത് എത്ര കാർബൺ ഓഫ്സെറ്റ് ചെയ്യുന്ന IoT സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. അത് മോണിറ്റൈസ് ചെയ്യാൻ കഴിയും ഭാവിയിൽ. പബ്ലിക്കിന് കാണാൻ പറ്റും എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണ് ആൽഗെ ചെയ്യുന്നത്, ആൽഗെ എത്ര ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്, മന്ത്ലി റിപ്പോർട്ടുകൾ കിട്ടും. സോ ഇത് ഒരു ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജിയാണ്. ഇതൊരു ആൽഗെ എഞ്ചിനീയറായി ഞാൻ വിചാരിച്ചാൽ മാത്രം നടക്കില്ല. ഒരു ആർക്കിടെക്ട് വേണം, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ വേണം, ഒരു IoT സിസ്റ്റം വേണം. സോ ഇതാണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാറാ ബയോടെക്കിൻ്റെ പുതിയൊരു സെഗ്മെൻ്റാണ് ബയോ ആർക്കിടെക്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. സോ ഈ സെഗ്മെൻറ്റിൽ ഒരു ബയോടെക് കമ്പനി എന്നിൽ നിന്ന് മാറി നിന്ന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രാക്ടിങ് കമ്പനി എന്ന രീതിയിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ അതിൽ പുതിയ ടീം വരുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ മറ്റ് പല ബ്രാഞ്ചുകളെയും കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പുതിയൊരു സാധനം ഉൽപ്പാദിപ്പിക്കും. അതാണ് ഒബീലിയ പ്രൊജക്ട്. ഒബീലിയ പ്രൊജക്റ്റും നമ്മുടെ പാറ്റന്റ് ടെക്നോളജി ഒന്നുമല്ല, പറഞ്ഞില്ലേ, അതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലാബിലിരിക്കുന്ന ബയോ റിയാക്ടർ കൊണ്ടൊന്നും വീട്ടിൽ വെക്കാൻ കഴിയില്ല. സോ നിങ്ങളെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു പൂച്ചട്ടിയായിട്ട് എങ്ങനെ അതിനെ മാറ്റാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഉപയോഗിക്കുന്ന ആൽഗെ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ എങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആൽഗെ എങ്ങനെ ഉപയോഗിക്കാം, ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. ആ രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഒരു സർക്കുലർ എക്കോണമി മോഡലാണ് ഒബീലിയ പ്രൊജക്ട്. അതായത് ഇൻഡോറിലും യൂസ് ചെയ്യാം, ഔട്ട്ഡോറിലും യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ പല ഡിസൈൻസ് ഉണ്ട്. ഇൻഡോറിൽ യൂസ് ചെയ്യാം, ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാം, അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം, എയർപോർട്ടുകൾ യൂസ് ചെയ്യാം. ഓരോ ക്ലൈമറ്റ് ആൻഡ് വെതർ പാറ്റേൺ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ്റെ കാർബൺ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പറഞ്ഞു വരുമ്പോൾ ഒരേ സമയം പല മേഖലകളിലും ഇപ്പോൾ ബേസ്ഡ് ഓൺ ഒരു സെയിം സാധനമാണെങ്കിൽ പല മേഖലകളിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുക്കീസ്, അതേപോലെ ഫുഡായിട്ട് ബന്ധപ്പെട്ട സാധനം, ഇപ്പോൾ ബെവറേജസിലും എന്തോ ചെയ്യുന്നുണ്ട്. ഈ സിപ്പപ്പിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ ബ്യൂട്ടി പ്രോഡക്ട്സ്, ഇതേപോലെ ബയോ റിയാക്ടേഴ്സ്, ഒബീലിയ,
ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളത്? അത് ആക്ച്വലി ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ നമുക്ക് നല്ല ഡെലിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ എല്ലാ പ്രോജക്റ്റുകളും ഒരു സ്പെസിഫിക് പോർഷൻ മാത്രമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒബീലിയ പ്രോജക്റ്റിലെ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ഇവാലുവേഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ബീലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒന്നും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നില്ല. പ്രൊഡക്ഷൻ ടീമുണ്ട്, സെയിൽസിന് ടീമുണ്ട്, ഓപ്പറേഷൻ ടീമുണ്ട്. ജസ്റ്റ് മന്ത്ലി ഇവാലുവേഷൻ, ഓക്കെ, സംതിങ് ഹാപ്പനിങ് ദർ. B2B മീറ്റിങ്ങൾക്ക് മാത്രമാണ് ഞാൻ അതിനൊക്കെ പോകാറ്. അതായത് ഇപ്പോൾ നമുക്ക് വലിയ റിഫൈനറി മീറ്റിംഗ്സ് ഒക്കെ വരുന്ന സമയത്ത് മാത്രം ബിസിനസ് ഡെവലപ്മെന്റ് ടീമിന്റെ കൂടെ നമ്മൾ പോകുന്നതാണ്. പിന്നെ മെയിൻലി എൻ്റെ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിസർച്ചും കൂടുതൽ ബിസിനസ് കൊളാബറേഷൻസും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ഇപ്പോൾ അടുത്തൊരു കൊളാബറേഷൻ BPCL ആയിട്ട് വരാൻ പോവാണ്, റിലയൻസ് ആയിട്ട് വരാൻ പോവാം. അപ്പം ഇങ്ങനെ വലിയ MNC കമ്പനീസുമായിട്ട് നമ്മൾ കൊളാബറേഷൻസ് ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിലൊക്കെയാണ് മെയിൻലി എൻ്റെ ഒരു ഫോക്കസ് ഉള്ളത്. ഇപ്പോൾ ഒബീലിയ പ്രൊജക്ട് ഹെഡ് ചെയ്യുന്നത് അശ്മിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു പാർട്ണറാണ് ഒബീലിയ പ്രൊജക്റ്റിൽ. അത് അദ്ദേഹം ഒരു ആർക്കിടെക്റ്റുമാണ്. സോ അദ്ദേഹമാണ് അതെല്ലാം ലീഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഓരോ സെഗ്മെന്റിൽ ഇപ്പോൾ പോൾട്രി പ്രൊജക്ട് മിസ്റ്റർ നെൽസൺ എന്ന് പറയുന്ന ആളാണ് അത് ഹെഡ് ചെയ്യുന്നത്. സോ എക്സിക്യൂഷൻ ആൻഡ് ഡെലിവറി ഹാവ് ടീം. സോ ജസ്റ്റ് ഇവാലുവേഷൻസ് ആർ ഹാപ്പനിങ്. ഇവാലുവേഷൻസ് ആണ് എൻ്റെ മെയിൻ ക്യാരക്ടർ. ആസ് എ CEO എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മളത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതിന് വേറെ ആളെ വെച്ചിട്ട് നമുക്ക് മാറിയിരിക്കാം. ആ രീതിയിലേക്ക് സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റണ്ണിങ് ആയിക്കോളും. അതാണ് നമ്മളൊരു ഓപ്പറേഷൻസ്. നമ്മൾ ഈ സീരീസിൽ പല കമ്പനികളോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പോയിന്റാണ് നല്ലൊരു ടീം ഉണ്ടാവണതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും സക്സസ്ഫുൾ ആയി പോകുന്നത്. അപ്പോൾ അതേ ഒരു പോയിന്റ് തന്നെയാണ് ഇപ്പോൾ നജീബും റീഐറ്ററേറ്റ് ചെയ്യുന്നത്. അല്ല, ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആക്ച്വലി ടീമാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത് സിസ്റ്റം. പക്ഷേ ടീം പോയി കഴിഞ്ഞാൽ സിസ്റ്റം പോകരുത്, അതിന് റീപ്ലേസബിൾ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ കോർ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് ഇതിന് ചെറിയൊരു വ്യത്യാസപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. കോർ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറാണ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ടീമിന് പല മാനദണ്ഡങ്ങളുണ്ട്. ടീമിന്റെ മാനദണ്ഡം ചിലപ്പോൾ സാലറി, എന്തെങ്കിലും ഒരു കമ്പനി എപ്പോഴും ഒരു ഗ്രാഫ് പോലെയാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ മാറി പോകേണ്ടി വരും. പക്ഷേ അത് ഉപയോഗിച്ച് നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല. നമ്മൾ അടുത്ത ആളെ വെച്ചിട്ട് അത് ബിൽഡ് ചെയ്തെടുക്കും. സോ ഇങ്ങനെ ഒരുപാട് പേര് ഉന്തി തള്ളുന്ന ഒരു ഉന്തുവണ്ടിയാണ് ആക്ച്വലി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഒരു കൈ ഒന്നും മടങ്ങിക്കഴിഞ്ഞാൽ വേറെ ആളപ്പത്തേക്ക് നമുക്ക് വെക്കാൻ കഴിയണം. സോ ആ രീതിയിലേക്ക്, പക്ഷെ അവരില്ലെങ്കിൽ നമ്മളില്ല. പക്ഷെ ആ രീതിയിലേക്കാണ് നമ്മുടെ ഒരു ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടീമിലൂടെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ടീമിനാണ്. ടീമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ കോർ എപ്പോഴും ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. ഇപ്പോൾ ഒരു ടീം ഫുള്ളൊന്ന് ബാക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും പുറകോട്ട് പോകാത്ത രീതിയിൽ നമ്മൾ കട്ട വെച്ചിട്ടാണ് ഓരോ പടികളും മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ടീമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ബാക്കിലെ കട്ടകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അത് ആ മൈൽ സ്റ്റോൺസ് കീപ്പ് ചെയ്ത് എപ്പോഴും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ പെട്ടെന്ന് ലീവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നാളെ പ്രൊഡക്ഷൻ നിൽക്കാൻ പാടില്ല, അത് ഓട്ടോമൈസേഷനിലേക്ക് പോവാണ്. സോ ഈ രീതിയിലേക്ക് എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് ലെവലിലേക്കാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഇതൊരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് പേരുടെ ജോലി അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഒരു മന്ത്ലി സാലറി ഒക്കെ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം റൺ ചെയ്യുന്നത് അതിലാണ്. അപ്പോൾ നമ്മളത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ഇപ്പം എനിക്കൊന്നും മൂഡ് മാറിയതുകൊണ്ട് ഒരിക്കലും സാലറി ഡിലേ ആവാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ടീം പോയതുകൊണ്ട് കമ്പനി ലോസ് ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി കൊണ്ടുവരുമ്പോൾ നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫൗണ്ടേഷനിലാണ്. ടീം ആക്ച്വലി റീപ്ലേസ് കൊണ്ട് ഇപ്പോൾ തുടങ്ങിയ സമയത്തുള്ള ആളുകളല്ല ഇപ്പോൾ ഉള്ളത്, എന്നാൽ അവർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയത്. പക്ഷെ അത് റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. റൈറ്റ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിട്ടേൺസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ലാഭകരമാണ് ഈ ഒരു ബിസിനസ്? അല്ല, ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ലാഭം കൗണ്ട് ചെയ്യുന്നത് ഇപ്പോൾ മന്ത്ലി നമ്മൾ വാല്യുവേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കാം, പക്ഷേ ടോട്ടൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ലോസിലോട്ട് പോകും. സോ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. ഇപ്പം ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും അവരും കാറ്റഗറൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്വാർട്ടർ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആയി മാറും. സോ ചില സമയത്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസർച്ചിനാണ്. സോ റിസർച്ച് നമുക്ക് റിട്ടേൺ ഇല്ലാത്തൊരു സംഭവമാണ്. അത് റിട്ടേൺ എടുക്കാൻ ഒരുപാട് സമയം. ഇപ്പോൾ ഞങ്ങൾക്കൊരു എയറോനോട്ടിക്കൽ പ്രൊജക്റ്റ് ഉണ്ട്, UC ഡേവിസ് ആണ് അതിന് ഫണ്ട് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. ഓസിലിറ്റോറിയ എന്ന് പറഞ്ഞ സ്പീഷീസിനെ ജനറ്റിക് മോഡിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് വിമാനത്തിന് ഉപയോഗിക്കുന്ന എഞ്ചിൻ ഫ്യൂൽ ഡിസൈൻ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ഇവിടെ കണ്ട ഒരു സംഭവം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനറ്റിക് മോഡിഫൈഡ് ഓർഗാനിസമാണ്. അപ്പോൾ അത് 2045 എയർബസ് ഇത് വിജയിച്ച് കഴിഞ്ഞാൽ അതിൽ ഒഴിക്കത്തേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ത്യയിലെ കൊല്ലം, നീണ്ടകര മുതൽ ലക്ഷദ്വീപ് ഐലൻഡുകളിലുള്ള എന്താ പറയുക ഓഷ്യൻ
ഓഷ്യനിലെ വെള്ളത്തിൻ്റെ മിനറൽ കോമ്പോസിഷനും ഇതും ഒരേപോലെ ആക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്ലി അത് നിർമ്മിക്കാൻ കഴിയും. അതിൻ്റെ ഓരോ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിസർച്ച് ടീമിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുക. സോ അതൊരിക്കലും റിട്ടേൺ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഒന്നും വരത്തില്ല. പക്ഷെ അത് വിജയിച്ചാലേ വരുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഗ്രാഫ് എപ്പോഴും താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ സെയിൽസും കാര്യങ്ങളും ഓരോ കമ്പനികളും സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ ഓവറോൾ എടുക്കുന്ന സമയത്ത് റിസർച്ചിൽ നമ്മൾ 70% ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് താഴോട്ട് പോകും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ഇൻവെസ്റ്റേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും വെരി ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അടുത്ത 40 വർഷത്തേക്കാണ് ചിന്തിക്കുന്നത്. വിമാനത്തിന് അടുത്ത 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് നിങ്ങൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ ഐരാവതിനും KSRTCയുടെ സെമി സ്ലീപ്പറിന് പോകുന്ന വരെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കാൻ തുടങ്ങും. കാരണം സമയം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാലഘട്ടത്തിലേക്ക് മാറുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ബയോഫ്യൂൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ലക്ഷ്യം. സോ ഈ രീതിയിലാണ് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഒരിക്കലും ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്ററിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളത് ആ ഫ്യൂച്ചറിസ്റ്റിക് വിഷനിലാണ് പോകുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാളെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ചോറിനുണ്ട 2 ബിസ്ക്കറ്റ് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ബീലൈറ്റ് ബിസ്ക്കറ്റ്സും, സാറ പ്രോ ചിക്കൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൂടിയ മീറ്റും ഒമേഗ കൂടിയ ഇറച്ചി മുട്ടയും, പിന്നീട് പോയി കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ സാറ ബയോട്ടിൻ്റെ ബയോ ആർക്കിടെക്ചർ പ്രോജക്റ്റുകൾ, ഒരു വീട്ടിന് വേണ്ട എല്ലാം സസ്റ്റൈനബിലിറ്റിയോടെ നിർമ്മിക്കാനും കാർബൺ ഓഫ്സെറ്റ് ചെയ്യാനും കഴിയുന്ന പ്രോജക്റ്റുകളും, തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊഴിക്കുന്ന എൻജിൻ ഫ്യൂൽ വരെ ഇത് വെച്ച് ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള ആ സർക്കുലാർ എക്കോണമിയാണ് നമ്മുടെ ഒരു ഇമ്പാക്റ്റ് ആൻഡ് ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അല്ലെങ്കിൽ ജനറലി ഒരാളുടെ ഡെയിലി ജീവിതത്തിൽ വേണ്ട നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻ, അതാണ് സാറ ബയോടെക്കിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരുപാട് ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾ ടീം പോയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു ടീം അവിടെ പോയിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഇപ്പോൾ പീസോ ഇലക്ട്രിക് ടൈൽസിനെ കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിലത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന ടൈൽസിനെ കുറിച്ച് അത് നമുക്ക് കേരളത്തിൽ കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലേക്ക് വിഷണറി ടീമുകൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു എന്താ പറയുക സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ROI ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൈമാറാനേ കഴിയുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും അടുത്ത 10 വർഷത്തേക്കുള്ള നമ്മളാണ് ഒരു വലിയൊരു എന്താ പറയുക എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. എത്ര രാജ്യങ്ങളിൽ ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു. ഇപ്പോൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും? നമുക്കിപ്പോൾ US നമുക്ക് ജോർജിയയിൽ സ്നിൽവില്ലൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ട്. അത് ആക്ച്വലി നമ്മൾ ബണ്ണും പ്രൊസൈഡ്സും മാത്രം നിർമ്മിക്കുന്നതാണ്. സോ അവിടെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റോഴ്സിൽ മാത്രമായിട്ട് ബർഗറിൽ ഇൻഫ്യൂസ് ചെയ്യുന്ന ബണ്ണുകളാണ് നമ്മൾ ആൽഗി വെച്ചിട്ട് കൊടുക്കുന്നത്. സോ ഇത്ര പ്രോട്ടീനുള്ള ബണ്ണുകൾ എന്ന രീതിയിലേക്ക് അതിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UAE വരുന്നത്. UAE നമ്മൾ സസ്റ്റൈനബിലിറ്റി പ്രോജക്റ്റുകളായിട്ട് ഈ ഒബീലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇന്നോവോ അൽദാർ പോലുള്ള കമ്പനികളെ ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബിസ്ക്കറ്റ്സുകൾ നമ്മൾ മേജറായിട്ടുള്ള ഫ്ലൈറ്റ് കാറ്ററിങ്ങിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. റിഫൈനറീസ് റിഗിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8ഓളം കൺട്രീസിലേക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത് ചില കൺട്രീസിൽ വൈറ്റ് ലേബിൾ ചെയ്തിട്ടാണ് പോകുന്നത്, ചില കൺട്രീസിൽ നമ്മുടെ ബ്രാൻഡിൽ തന്നെ പോകുന്നുണ്ട്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മലേഷ്യൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് അവരുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ മലേഷ്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ്. അതേപോലെ ഗാന ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ഇപ്പോൾ ഡിസ്കഷനിലാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഡിസ്കഷനിലാണ്. അപ്പോൾ ഇങ്ങനെ ഗ്ലോബൽ സിനാറിയോയിൽ മൊറോക്കോയിൽ നമ്മളുടെ പ്രോജക്റ്റ് ഉണ്ട്. പോൾട്രി ഫാം ഉണ്ട്, നമുക്കൊരു മൊറോക്കോയിൽ ഫാം ഉണ്ട്. സോ ഇതൊക്കെ തേർഡ് പാർട്ടി ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ടെക്നോളജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മുടെ ഷെയർ ഹോൾഡറാണ്, നമുക്ക് വിസയും കാര്യങ്ങളും ഉണ്ട്. സോ ഈ രീതിയിൽ നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് പറ്റിയ പാർട്ട്നേഴ്സ് കിട്ടുന്ന സമയത്ത് നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് നമ്മളത് പോകും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരുന്നത്? അപ്പോൾ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ 8 രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സിബിഷൻസിലും സ്റ്റാൾസ്, ഇപ്പോൾ ഗൾഫ് ഫുഡിലൊക്കെ നമ്മൾ എല്ലാ ഗൾഫ് ഫുഡിലും നമുക്ക് സ്റ്റോൾ ഇടാറുണ്ട്. സോ അവിടെയൊക്കെ അതുവഴിയൊക്കെയാണ് നമുക്ക് ലീഡ്സും കാര്യങ്ങളും വരുന്നത്. ഇന്റർനാഷണൽ ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ. അതല്ലാതെ ഇന്ത്യൻ ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്കിസ്റ്റുകളുണ്ട്, സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളുണ്ട്. അവർ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ആഡ് റൺ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആമസോൺ വഴി ഇതൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഓൾറെഡി സെൽ ഔട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ആഡ് വഴി നമ്മൾ ആഡ് റൺ ചെയ്യുന്നുണ്ട്. മീൻസ് ഇപ്പോഴും നമ്മളുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഈസ്റ്റേണായിട്ടൊക്കെ ടൈപ്പ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ കമ്പനികളായിട്ടുള്ള പ്രൊജക്റ്റുകൾ വരുന്ന സമയത്ത് നല്ല ആഡുകൾ മെട്രോ പില്ലേഴ്സിലൊക്കെ ആഡുകൾ റണ്ണൊക്കെ ചെയ്ത് വലിയ രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ 4 സംരംഭങ്ങൾ ഒന്നിച്ചോടുമ്പോൾ ഉള്ള ഒരു ഡിലേ ഉണ്ടല്ലോ. അപ്പോൾ ആ ഡിലേ ആണ് നമ്മൾ, പക്ഷേ അത് എന്താ പറയുക, ഒരു നെക്സ്റ്റ് 2 to 3 months നമുക്കത് കവർ ചെയ്യുന്ന രീതിയിലാണ് പല പ്രൊജക്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മേജർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഷൻ്റെ ഒക്കെ കാര്യം ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒബീലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഐറൈസ് എന്ന് പറഞ്ഞൊരു പാർട്ട്ണർ ഉണ്ട്, അതുപോലെ സൂപ്പർ ഹ്യൂമൻ റൈസ് ആണ്. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് വേണ്ടി ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു, നമ്മൾ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബിസ്ക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും നമുക്ക് സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളുണ്ട്, നമുക്ക് അവരെ മാത്രം ഡിപ്പോർട്ട് ചെയ്താൽ മതി, പിന്നെ അവരോട് സപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാം ഡെലിക്കേറ്റഡ് പാത്ത് വേ ആണ്, എല്ലായിടത്തും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. റൈറ്റ്. ഒരു ജനറലി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു സക്സസ് എന്നൊക്കെ പറയില്ലേ, അതിന് എങ്ങനെയാണ് നജീബ് പേഴ്സണലി ഒരു മെഷർ ചെയ്യുക? പേഴ്സണലി മെഷർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ ഡെവലപ്പ് ചെയ്ത ഓരോ പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിലുണ്ട്. എല്ലാ പ്രൊഡക്റ്റ് ഓരോ ഇയറിൽ ഞങ്ങൾക്ക് ഓരോ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. 4 ഇയറിലെയും പ്രൊജക്റ്റുകൾ ഇന്ന് ഓരോ മാർക്കറ്റിൽ അവിടെ ഇവിടെ കാണാം. അതാണ് സക്സസ്. അത് അല്ല പ്രത്യേകിച്ച് റവന്യൂ ജനറേഷൻ ഒന്നും ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നില്ല. ഇപ്പോൾ മെയിൻലി ഇപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ 9 ലക്ഷം രൂപ എടുത്തിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് അവിടെ പോയി. അതുകൊണ്ട് പൈസയിലൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആക്ച്വലി റിസർച്ചിലാണ് മേജർലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാം പുതിയ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്, നാനോ ബോട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് ആരും അങ്ങനെ പൈസ തരില്ല ഇപ്പോൾ എനിക്ക്, കാരണം നമ്മൾ R&Dയിൽ ഫോക്കസ് ചെയ്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് റവന്യൂ സ്ട്രീമിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ് ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത് പുതിയ വരാൻ പോകുന്ന പ്രൊഡക്ട്സുകളും കറണ്ട് പ്രൊഡക്ട്സുകളുമാണ്. മാർക്കറ്റിൽ കസ്റ്റമർ ആക്സെപ്റ്റൻസിൽ വന്ന പ്രൊഡക്റ്റുകളല്ല. അതായത് ഇപ്പോൾ ജനറലായിട്ട് നിങ്ങളൊരു ഇപ്പോൾ ഉഷയുടെ ഫാൻ വിൽക്കുന്ന പോലെ അല്ല, ഇതുവരെ കണ്ടു കേൾവി ഇല്ലാത്ത കേട്ട് കേൾവി ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ മാർക്കറ്റിലേക്ക്. അപ്പോൾ അതിൻ്റെതായ താമസം ഉണ്ടെങ്കിൽ പോലും കസ്റ്റമർ ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. റൈറ്റ്. കസ്റ്റമർ റിവ്യൂ ആണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ബിസ്ക്കറ്റ്സ് ഒക്കെ കസ്റ്റമർ മേടിച്ചിട്ട് ഇപ്പോൾ ഹൈക്കിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹിമാലയ ഹൈക്കിങ്ങിലൊക്കെ ഹൈക്കിംഗ് ടീമിലൊക്കെ അവർ കൊടുത്തിട്ട് അവർ ഏറ്റവും നല്ല റിവ്യൂ പറയുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഇമ്പാക്ട് പോയിന്റ് എന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് കുറേ അവാർഡുകളും റെക്കഗ്നിഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കാരുകളുടെ സഹായത്തിനെ പറ്റിയും പറഞ്ഞു. ഇപ്പോൾ ഈ അഗ്രിടെക് ബയോടെക് എന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ സ്പാർക്കപ്പിൽ ഫീച്ചർ ചെയ്തിട്ടുള്ള കമ്പനികൾ നമ്മൾ കൂടുതലും ഇപ്പോൾ പ്ലാസ്റ്റിക് അതിനെ റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വേസ്റ്റിനെ റീയൂസ് ചെയ്യുന്ന ഒരു ഇതിലേക്ക്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഇനീഷ്യേറ്റീവ് ഇപ്പോൾ ആൽഗയൊക്കെ യൂസ് ചെയ്തൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുമ്പോൾ എന്താ പറയുക, ഇതൊരു സമൂഹത്തിന് ഗുണം ചെയ്യും. അങ്ങനെ ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ അതിനൊരു സ്പെഷ്യൽ പരിഗണനയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സപ്പോർട്ട് ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആണെങ്കിലും സർക്കാർ സൈഡിൽ നിന്നാണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ നിന്നാണെങ്കിലും അങ്ങനെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിൽ ഞാൻ പലരുടെയും ഒപ്പീനിയൻ പലതായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർട്ടൺ സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ അംഗീകാരങ്ങളും അല്ലെങ്കിൽ ഈ അനുമോദനങ്ങളും അല്ലെങ്കിൽ ഈ ഗ്രാൻഡുകളൊക്കെ വരിക. ആ സെർട്ടൺ സ്റ്റേജ്, ആ സാച്ചുറേഷൻ ക്രിട്ടിക്കൽ പോയിന്റ് എന്നൊക്കെ പറയും. നമ്മളൊരു ഒപ്റ്റിമം ഗ്രാഫിക് ഇങ്ങനെ വരയ്ക്കുക, ഇതിലൊരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ഈ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ താണ്ടണം. ഇന്ന് പല കുട്ടികളുടെയും പല അടിപൊളി ഐഡിയാസ് ഉണ്ടാകും കോളേജിലൊക്കെ, അവരത് താണ്ടാൻ കഴിയാത്തത് വിഡ്രോ ആയി പോകുന്നത്. നാളെ അത് അമേരിക്കയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് നമ്മൾ ചെയ്തതാണല്ലോ എന്ന് രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ആക്ച്വലി ഗ്രാൻഡുകളുടെ പുറകെയും അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള അവാർഡുകളുടെ മീൻസ് ഇങ്ങനത്തെ ഒരു ഗവൺമെൻറ് ഗ്രാൻഡുകളുടെ പുറകെ ഒന്നും പോയിട്ടേ ഇല്ല. ഇപ്പോൾ നമുക്കൊരു സംഭവം ചെയ്യുന്ന രീതിയിൽ വന്ന സമയത്ത് അച്ഛൻ്റെ അമ്മേൻ്റെയും പെൻഷൻ്റെ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മളിത് അമ്മയുടെ ATM കാർഡ് നമ്മൾ തന്നിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാ മാസം 5000 രൂപ. അപ്പോൾ അത് വെച്ചിട്ട് കോളേജിൽ നിന്ന് തന്നെ ബിസ്ക്കറ്റ് അവിടെ ഇവിടെ ബേക്കറിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളത് എത്തി. അന്ന് UAE ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, UAE നമ്മൾ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ അവർ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് നമുക്ക് 100 കസ്റ്റമറുണ്ട്, 100 കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആണ്, 100 കസ്റ്റമറിൻ്റെ കോൺടാക്റ്റ് ഉണ്ട്, നിങ്ങൾ വിളിച്ചു ചോദിക്കും. നമുക്ക് പൈസ വേണ്ടത് ഈ 100നെ 10 ലക്ഷം ആക്കാനാണ്. അതിന് നിങ്ങൾ പൈസ തന്നാൽ മതി. സോ നേരത്തെ നമ്മളിപ്പോൾ ഒരു ഐഡിയ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ തള്ളിക്കളെ. പ്രൊഡക്റ്റുമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമർ ഉണ്ടോ എന്ന് തള്ളിക്കളെ. കസ്റ്റമറും പ്രൊഡക്റ്റും ഐഡിയ ആയിട്ട് പോയി കഴിഞ്ഞാൽ പോകുന്ന ആ പോയിന്റ് നല്ലതല്ലെങ്കിൽ നമ്മൾ തള്ളിക്കളെ. സോ അതുകൊണ്ട് നമ്മൾ തന്നെ ചെറിയ പൈസയൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങി ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ടേക്കപ്പ് ചെയ്ത് പോകും. ഇപ്പോൾ അത് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഈ അംഗീകാരങ്ങളൊക്കെ വന്നത് 2020 വന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിട്ടാണ്. അതിന് മുന്നേ സാറാ ബയോടെക് എന്ന് പറഞ്ഞ കമ്പനി ബിസ്ക്കറ്റ് ബാഗ് തൂക്കി നടക്കുന്ന നജീബ് ജസ്റ്റ് ബ്രേക്ക് ഈവൻ അച്ചീവ് ചെയ്യുന്ന ഒരു കമ്പനി മാത്രമാണ്. നഷ്ടത്തിലോടുന്നത്. കാരണം ആരും പല ഇപ്പോൾ ഗവൺമെൻറ് ഏജൻസി ആവട്ടെ, ഗവൺമെൻറ്റിനൊക്കെ പരിമിതികളുണ്ട്. 1000 ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അതിനെല്ലാത്തിനും പരിമിതികളുണ്ട്. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ നന്നായി ചെയ്ത് ആ ക്രിട്ടിക്കൽ പോയിന്റ് കവർ ചെയ്യാൻ നോക്കുക. എന്ന ക്രിട്ടിക്കൽ പോയിന്റ് കവർ ചെയ്യുന്നോ അന്ന് മുതൽ നമുക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരാൻ നോക്കും. പിന്നെ അതിനെ സോർട്ട് ചെയ്തിട്ട് നല്ലത് മാത്രം പ്ലഗ് ചെയ്ത് കയറി ചെല്ലും.
അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലാതെ ഗ്രാൻഡുകൾക്ക് വേണ്ടി നിങ്ങളുടെ ആ സ്വപ്നം കാത്തിരിക്കരുത്. അതാണ് പലരും പൈസ കിട്ടിയിട്ട് തുടങ്ങാം, സർക്കാരിൻ്റെ പൈസ കിട്ടിയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്നത്. സർക്കാരിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയെക്കാളും മൂല്യം കൂടിയതാണ്. കാരണം നമ്മുടെ ടാക്സ് അടച്ച കാശാണത്. അത് നമ്മൾ ഇത്രയും കോടി ജനങ്ങളുടെ ഉത്തരവാദിത്തം പറയേണ്ടതാണ്. ഐഡിയ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2 ലക്ഷം രൂപ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കഴിഞ്ഞൊരു 3 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 2 ലക്ഷം കിട്ടിയിട്ട് എത്ര കമ്പനി ഉണ്ടായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല, എൻ്റെ അറിവിൽ വളരെ കുറവാണ്. ആ 2 ലക്ഷം രൂപ ആരുടെ പൈസയാണ്? നമ്മുടെ പൈസയല്ലേ, നമ്മുടെ ടാക്സ് അടച്ച സർക്കാരിൻ്റെ പൈസ പറഞ്ഞാൽ നമ്മുടെ പൈസ, ജനങ്ങളുടെ പൈസയാണ്. അത്രയും റിസ്ക് ഇല്ല അച്ഛൻ്റെ അമ്മേനെ നിന്ന് പൈസ എടുക്കുന്നത്, കാരണം ഉത്തരവാദിത്തം നമ്മൾ അവരോട് പറഞ്ഞാൽ മതി. പക്ഷേ ആ രീതിയിൽ പക്ഷേ കുട്ടികളത് ചെയ്യില്ല. നമ്മൾ സർക്കാരിന് ഗ്രാൻഡ് കിട്ടുകയാണെങ്കിൽ കാത്തിരിക്കുക. അതില്ലാതെ നമുക്ക് അത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് കാശെടുത്ത് നമുക്ക് ചെയ്തുകൂടെ? പക്ഷെ അതും റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്നൊക്കെ പറയും കോർപ്പറേറ്റ് മാനറിൽ. വളരെ നോക്കിയിട്ട് ചെറിയ രീതിയിൽ ഇപ്പം ഞങ്ങളൊക്കെ ബിസ്ക്കറ്റ് സ്വന്തം മാനുഫാക്ചറിങ്, ഇപ്പോൾ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി പണി നടന്നുകൊണ്ടിരിക്കുക. മിക്കവാറും ഒരു ഡിസംബറിൽ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. അതിന് മുന്നേ വരെ ഇതുവരെ റെന്റിലായിരുന്നു. അതിന് മുന്നേ വരെ സാജൻ ബേക്കറി എന്ന് പറഞ്ഞ ചുങ്കപ്പാറ ഒരു ബേക്കറി ഉണ്ട്. ശനിയാഴ്ച ഞാനും മാവും സാധനമായിട്ട് പോവും, അവരെ ഉണ്ടാക്കി തരും. അവരുടെ FSSAI ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ് ബിസ്ക്കറ്റ് വിദേശത്ത് വരെ കയറ്റി വിട്ടത്. കാരണം നമുക്ക് ഫാക്ടറി ഇല്ല, നമുക്ക് പൈസ ഇല്ല ചെയ്യാനായിട്ട്. സോ അപ്പോൾ നമ്മൾ അവരുടെ സഹായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും മെഷീനും മേടിക്കാതെ അവർ റെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിൽ അവരുടെ ലേബർ നമ്മൾ തരും. സോ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ വളരെ ചെറിയ മൂലധനം വെച്ച് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ റിട്ടേൺ ഒക്കെ മെല്ലെ ആയിരിക്കും. നമ്മൾ ക്ഷമയോടെ, പേഷ്യൻസ് ആണ് ഇതിനൊക്കെ മോട്ടിവേഷൻ. പൈസ ഒന്നുമല്ല, പേഷ്യൻസോടെ കാത്തിരിക്കണം ആ പോയിന്റിന് വേണ്ടി. ടൊവിനൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ 10 ദിവസം കൊണ്ട് ശരിയാവും, ചിലപ്പോൾ 10 വർഷം എടുക്കും. പക്ഷെ കാത്തിരുന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഒരുപാട് മെൻറ്റർഷിപ്പുകളും പിന്നെ ഒരുപാട് ഐഡിയാസും കിട്ടും. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും കമ്പനികൾ തുടങ്ങിയെന്ന്. ഇത്രയും കമ്പനികൾ തുടങ്ങിയതിൻ്റെ മേജർ ഇമ്പാക്ട് പോയിന്റ് ക്യാഷ് ഫ്ലോ ആണ്. വലിയ പ്രൊജക്റ്റ്, ഹൈ ടിക്കറ്റ് സൈസ് പ്രൊജക്റ്റ് ആണ്. ലൈറ്റിൽ 140 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വെക്കുമ്പോൾ നമുക്ക് എത്ര മാർജിൻ കിട്ടുന്ന പോലെ അല്ല ഒബീലിയ. സോ ഇത് ഒരു എന്താ പറയുക, ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് അതിന് പെട്ടെന്ന് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ അനലിറ്റിക്സ് ഒക്കെ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതായത് നമുക്കൊരു വേഴ്സ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമല്ലോ, ആ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് അതല്ല. ഇപ്പോൾ അവസാനത്തോട് വരുമ്പോൾ പൊതുവേ യൂഷ്വലി ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, വരാൻ പോകുന്ന എൻ്റർപ്രണേഴ്സിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ എന്ന്. ശരിക്കും തോന്നുന്നു ഇപ്പോൾ അത്രയും പറഞ്ഞത് കുറേയൊക്കെ ഈ അഡ്വൈസ് ആണ് തോന്നുന്നത്. അഡ്വൈസ് ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒരു മോഡ് ഓഫ് ഇതുണ്ട്, അത് അവർ ചെയ്യുക. നമ്മൾ ആരെയും റിസംബിൾ ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. എല്ലാവരുടെ ആശയങ്ങളും പലപ്പോൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് രാഷ്ട്രീയം ഒരു ആശയമായിരുന്നു. പാസ് ഔട്ടായിട്ട് നമ്മൾ റിയൽ വേൾഡിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് ചെയ്ത മണ്ടത്തരങ്ങളും കാര്യങ്ങളും മനസ്സിലായി. ഏജ് കൂടുന്ന ആശയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതിലിപ്പോൾ ഉപദേശിക്കാനൊന്നുമില്ല, ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിക്ക് ചെയ്യുക. നമുക്ക് ഉള്ള ആളുകളെയൊക്കെ സഹായിച്ച് അവരുടെ ഉള്ള ചെറിയ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് പരാതികൾ പറയാതിരിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. അതിലല്ലാതെ ഒന്നുമില്ല പറയാനായിട്ട്. കാരണം നമ്മളൊക്കെ വന്നിരിക്കുന്നത് മിഡിൽ ക്ലാസ്സിൽ നിന്നാണ്. ഒന്നും ഒരു ബാക്ക് എൻഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത റിട്ടയർഡ് ടീച്ചേഴ്സാണ് അച്ഛനും അമ്മ. എൻ്റെ റിട്ടയർഡ് ടീച്ചേഴ്സാണ് അച്ഛനും അമ്മ. അവരുടെയൊക്കെ നമുക്ക് എല്ലാം കൂടെ ഉൽപ്പാദിപ്പിച്ച് വന്നതാണ്. ഇപ്പോൾ പണ്ടേ കോളേജിൽ പോയ സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങളെ സക്സസ്ഫുൾ ആക്കിയത് ആരാണെന്ന് ചോദിച്ചു. ആക്ച്വലി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയി പറഞ്ഞത് ആരാണ്? സക്സസ്ഫുൾ എന്ന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ആരാന്ന് ചോദിക്കും. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറഞ്ഞാൽ രാവിലെ ഇപ്പോഴും ചോദിക്കും. ഇപ്പോൾ നമ്മുടെ ഈ രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ചെന്നിട്ട് ഫുഡ് ക്യാൻറ്റീനിൽ ചെയ്യുമ്പോൾ അത് എടുത്തിരുന്ന് ചേച്ചി ചോദിക്കും എന്താ ഈ ബിസ്ക്കറ്റ് എന്ന്. അവിടെ മുതലാണ് നമ്മളെ മോട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗേറ്റ് തുറന്നത് സെക്യൂരിറ്റി ചേട്ടൻ മുതൽ മോട്ടിവേഷനാണ്. സോ ഇങ്ങനെയാണ് അവരാണ് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടത്. ഇപ്പോൾ കോളേജ് എന്ത് ചെയ്തു ചോദിക്കും. കോളേജ് അവിടെ പഠിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അവരെല്ലാ വർഷവും ഒരു പ്രൊജക്റ്റ് നിങ്ങൾ മാൻഡേറ്ററി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ വന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തത് ഇപ്പോൾ എൻ്റെ കഴിവുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ കഴിവുകൊണ്ടാണെന്ന്. കാരണം പല ആളുകൾക്കും ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സാലറി ഉള്ളത് കൊണ്ടും പെൻഷൻ ഉള്ളതുകൊണ്ടും ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടാത്തതുകൊണ്ടാണ് എനിക്ക് സ്റ്റാർട്ടപ്പിൻ്റെ കുറേ പോകാൻ പറ്റിയത്. പല ആളുകൾക്കും ഇറങ്ങിയ ഉടനെ മൂത്ത മോനായിരിക്കാം, അദ്ദേഹത്തിന് സ്റ്റാർട്ടപ്പ് ഐഡിയ നിർത്തി വെച്ച് ജോലിക്ക് കയറിയോണ്ട് പല ആളുകളുണ്ട്. ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ നല്ല കോളേജിൽ പഠിച്ചു, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
അതിൻ്റെ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അതാണ്, അല്ലാതെ മോട്ടിവേഷനായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മോഡ് ഒരിക്കലും നിങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്യരുത്. അത് ചിലപ്പോൾ രണ്ടും രണ്ടായിരിക്കും. ആരും റിപ്ലിക്കേറ്റ് ചെയ്ത് റോൾ മോഡൽസ് ആരെയും ആക്കരുത്. എല്ലാവരും പറയുന്ന കേൾക്കുക, അത് നിങ്ങൾ അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് നജീബ്, നമ്മുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും സ്റ്റോറി ഷെയർ ചെയ്തതിനും. സാറാ ബയോടെക് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.